സോ അങ്ങനെ ഞങ്ങൾ നേത്രാവലിയുടെ എൻട്രൻസിലെത്തി. പൈസ കൊടുക്കാൻ GPay വർക്കിംഗ് അല്ല. ഇതാണ് നമ്മുടെ 340 പ്ലസ് 40 × 4. ഓക്കെ. സോ ഞങ്ങളിപ്പോൾ ടിക്കറ്റ് എടുത്തു. ഇവിടെ ഐ ഡോണ്ട് നോ കൺവീനിയൻസ് ഫീ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് സ്പെഷ്യൽ ബോർഡായിട്ട് ന്യൂ റിവൈസ് ബോർഡല്ല, അവർ തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട്. ഞങ്ങൾ സ്റ്റുഡൻറ് ID കൊടുത്തു, ഞങ്ങളുടെ 3 പേരുടെയും. ഞാൻ സ്റ്റുഡൻറ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് ഐഡിയ ഇല്ല. എത്ര പൈസ സേവ് ചെയ്യാൻ പറ്റി? അഡൾട്ട് ഫീ 100 + 50 കൺവീനിയൻസ് ഫീ ആണ്. ഇവർ സ്റ്റുഡൻറ്റ് ID 3 പേരുടെയിലും ഉണ്ടായിരുന്നത് കൊണ്ട് ഇവർക്ക് 30 rupees + 50 കൺവീനിയൻസ് ഫീ ആയിട്ടാണ് വന്നത്. എനിക്ക് സ്റ്റുഡൻറ്റ് പാസ് കിട്ടിയില്ല, തരില്ല പറഞ്ഞു. യെസ്, അത്രേ ഉള്ളൂ. ഇനി ഞങ്ങൾ വാഷ്റൂമിലൊക്കെ പോയിട്ട് ഇവിടുന്ന് 3 കിലോമീറ്റർ അകത്തേക്ക് പോകാൻ പറ്റും കാറിൽ തന്നെ. എന്നിട്ട് അവിടുന്ന് പാർക്ക് ചെയ്തിട്ട് വേണം പോകാൻ. ഞങ്ങൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള വാട്ടർഫോളാണ് ചൂസ് ചെയ്തത്. ലൈഫ് ജാക്കറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. വെള്ളത്തേക്ക് ഇറങ്ങണമെങ്കിൽ നിങ്ങൾ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് 40 രൂപ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വാഷ്റൂമിലൊക്കെ പോയി വന്നു. അവിടെ ചേഞ്ചിങ് റൂമൊക്കെ ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനിയിപ്പം കാറെടുത്തിട്ട് അങ്ങോട്ട് പോകണം. ഓരോരോ അനിമൽസിൻ്റെ പഗ്മാർക്ക് ഹൂഫ് മാർക്സ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ സ്പേസ് വെച്ചിട്ട് നമുക്ക് ഫീമെയിൽ ആണോ മെയിൽ ആണെന്നോ കണ്ടുപിടിക്കാൻ പറ്റും. ഒരുപാട് സ്പേസ് ഉണ്ടെങ്കിൽ ഇന്നതാണെന്നും സ്പേസ് കുറവാണത് ആണെങ്കിൽ ഇന്നതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊക്കെ കൊടുത്തിട്ടുള്ളത് നല്ലതാണ്, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ടിക്കറ്റ് നമ്മൾ കൊടുത്തു. വല്ല ഡ്രിങ്ക്സോ ആൽക്കഹോളോ പിന്നെ സിഗരറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് വേണം പോകാൻ. ഉള്ളിലേക്കൊന്നും അലോഡ് അല്ല എന്ന് പറഞ്ഞു. നമ്മുടെ കയ്യിൽ പിന്നെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നോ ഇഷ്യൂ. സോ അവർ ഗേറ്റ് ഓപ്പൺ ആക്കി തന്നു. നമ്മുടെ ടിക്കറ്റൊക്കെ വെരിഫൈ ചെയ്തു. ഇനി 3 കിലോമീറ്റർ നമ്മൾ ഇതിൽ തന്നെയാണ് പോകുന്നത്. അവിടെ നിന്നാണ് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഇല്ല, 2 വാട്ടർഫോളാണ് ഉള്ളത്. ഒന്ന് മൈനാപ്പി, മറ്റേത് സാവരി. നമ്മൾ സാവരിയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. സാവരിയാണ് കുറച്ചുകൂടി അടുത്തെന്ന് പറഞ്ഞു. രണ്ടിലും സെയിം പോലത്തെ വാട്ടർഫോൾ തന്നെയാണ്. അപ്പോൾ മൈനാപ്പിക്ക് 9 കിലോമീറ്റേഴ്സ് എന്തോ ഉണ്ട്, ഇവിടേക്ക് ഒരു 4 to 5 എന്തോ ആണ്. അപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്തത് അതാണ്. കാരണം ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഇനിയും പ്ലാൻസ് ഒരുപാട് പെൻഡിങ്ങിലാണ്. അപ്പോൾ ബട്ടർഫ്ലൈ ബീച്ച് പെൻഡിങ് ആണ്, ബബിൾ ലേക്ക്, പിന്നെ കോള ബീച്ചിൽ പോകണം. അവിടെയാണ് നമ്മുടെ എന്താണ് കയാക്കിങ് വിചാരിക്കുന്നത്, നടക്കുമെന്നറിയില്ല, നോക്കാം. പക്ഷേ ഈ ബാഗിലാണ് ഞങ്ങൾ വാട്ടറൊക്കെ നിറച്ച് വെച്ചേക്കണത്. 2 ബോട്ടിലുണ്ട്. പിന്നെ ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഞങ്ങൾ എടുത്തിട്ട് പോകണേ. ലേക്ക് എൻട്രി ആയപ്പോഴത്തേക്കും നെറ്റ്വർക്ക് ഒക്കെ വന്നു. ഒരു കട്ടയുണ്ട്, നെറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതുവരെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ വണ്ടി 4 വീലർ പാർക്കിങ്ങിൽ വെച്ചിട്ടുണ്ട്. വളരെ ചെറിയ പാർക്കിംഗ് സ്പേസാണുള്ളത്. ഇത് 4 വീലറിനും ഇത് 2 വീലറിനും. ഇനി ഞങ്ങൾ നടക്കുകയാണ്, ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അവർ റെഡി ആയിക്കഴിഞ്ഞു. സോ ഞങ്ങളുടെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എനിക്കറിയില്ല ഈ ഷൂസ് എത്രത്തോളം സെറ്റാവുന്നു. ഒരു 4 to 5 കിലോമീറ്റേഴ്സ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാനും മഞ്ജു ചേച്ചിയും കൂടെ വരുമ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാനും മഞ്ജു ചേച്ചിയും കൂടെ വരുമ്പോൾ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിപ്പെടാനുള്ള സിറ്റുവേഷൻ വളരെ കുറവാണ്. കാരണം ഞങ്ങൾ സ്കൂട്ടിയിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയും ദൂരമൊന്നും ഡ്രൈവ് ചെയ്ത് വരാൻ ബുദ്ധിമുട്ടായിരുന്നു. കാർ എടുക്കുകയാണെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. പിന്നെ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞ സ്ഥലമാണ്. അടിപൊളി പ്ലേസാണ്. ഇവിടെ അധികം അങ്ങനെ ആളുകൾ വരില്ല. കാരണം ഗോവ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പാർട്ടി, ബീച്ച് അങ്ങനത്തെ വൈബാണല്ലോ. ഇത് നേച്ചർ ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് അധികം ആളുകൾ ഓപ്റ്റ് ചെയ്യാറില്ല. സോ അന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്ത സ്ഥലം ഇന്ന് എത്തിച്ചേരാൻ പോവുകയാണ്. സോ ഞങ്ങൾ മൈനാപ്പി ഓപ്റ്റ് ചെയ്തില്ല. മൈനാപ്പിക്ക് 9 കിലോമീറ്റർ ഉണ്ട്, 9 to 10 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ. സാവരിയിലാണ് പോകുന്നത്.
എൻ്റെ ബാഗിൽ 3 ബോട്ടിലാണ് വെള്ളം ഉള്ളത്. 3 ബോട്ടിൽ 3 ലിറ്റർ ടോട്ടൽ 3 ലിറ്റർ. ഇതിനകത്ത് 3 ബോട്ടിലാണ് വെള്ളം, 2 ഓറഞ്ച്, എന്തൊക്കെ സാധനം കഴിയും പിള്ളേർക്കൊക്കെ തിന്നാനും കുടിക്കാനും വേണ്ടി എടുപ്പിക്കും. രണ്ട് ഫോട്ടോഗ്രാഫേഴ്സും മത്സരിച്ച് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല, എട്ടുകാലിയുടെ വലയാണ്. ഫോട്ടോ സെൻസ് ഇല്ല ചേച്ചിക്ക്? എനിക്കൊക്കെ സെൻസ് ഉണ്ട്. സെൻസ് വേണം. ഓ അപ്പൊ നീ ഞങ്ങളൊക്കെ എടുക്കണ്ടല്ലോ. സോ ഇതാണ് സാവരി വാട്ടർഫോൾസ്. ആ ഓക്കെ. ഇനിയും ചെക്ക് ചെയ്യാനുണ്ട് തോന്നുന്നു താഴോട്ട്. ഇവിടെ ആൽക്കഹോളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ലൈഫ് ജാക്കറ്റ്സിന് നമ്മുടെ പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട് 40 rupees ഈച്ച്. ഇവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വാട്ടർഫോളിൽ ഇറങ്ങണമെങ്കിൽ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് അവിടെ നിന്ന് മാറ്റാനൊക്കെ പറ്റും. സോ ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ജാക്കറ്റ്സ് കിട്ടും. അവർക്കും ലൈഫ് ജാക്കറ്റ്സ് തന്നിട്ടുണ്ട്. ഡൂസ് ആൻഡ് ഡോൺസ് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഡോണ്ട് ക്ലൈംബ് ഓർ ഓൺ ജംപ് ഓഫ് വാട്ടർഫോൾ, എക്സ്ട്രീംലി ഡേഞ്ചറസ്. ഇത് ആക്ച്വലി അതിരപ്പള്ളിയിലേക്ക് ഇറങ്ങി ചെല്ലണ പോലത്തെ സ്റ്റെപ്സാണ്. കുറച്ചധികം സ്റ്റെപ്പ് ഇറങ്ങാനുണ്ട് വാട്ടർഫോളിലേക്ക് എത്താൻ. ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇറങ്ങണമില്ല, വെറുതെ കാണാം, എൻജോയ് ചെയ്യുക, പോവാം. അച്ചു മാത്രമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ആക്ച്വലി ഞങ്ങൾക്ക് നേരത്തെ വഴി തെറ്റി. ഞങ്ങൾ സാവരിയുടെ പാർക്കിങ്ങിൽ നിന്ന് കുറച്ചും കൂടി ദൂരത്തോട്ട് പോയി. കാരണം അതിൽ എഴുതിയൊന്നും വെച്ചിട്ടില്ല, ക്ലിയർ ആയിട്ട് ഇന്ന സ്ഥലത്താണെന്ന് എഴുതിയിട്ടില്ല. നമുക്ക് ടിക്കറ്റ് എടുത്ത് അവിടെ നിന്ന് പറഞ്ഞത് 3 kilometers ഡ്രൈവ് ഉണ്ട്. പക്ഷേ 3 kilometersനെക്കാട്ടിലും കുറവായിരുന്നു പാർക്കിംഗ്. വളരെ ചെറിയ സ്ഥലമാണ് പാർക്കിംഗ് ഉള്ളൂ. അപ്പോൾ അധികം ആളുകളൊന്നും വരില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അത്ര പോപ്പുലർ അല്ല. ഇത് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ വാട്ടർഫോളിൻ്റെ സൗണ്ട് മാത്രം കേൾക്കാം കുറച്ച് നേരത്തേക്ക്. വളരെ അടിപൊളിയായിട്ടുണ്ട്. ഗോവ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മൈൻഡിൽ വരുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ കാണുന്നത്. അത്രയും അടിപൊളിയായിട്ടുള്ളൊരു നേച്ചർ. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ലൈഫ് ജാക്കറ്റിൻ്റെ. കാരണം ഞാനും അനഘയൊന്നും ഇറങ്ങുന്നില്ല. ജിത്തു ഇറങ്ങാൻ ചാൻസ് വളരെ കുറവാണ്. അച്ചു മാത്രമാണ് ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ. അവൻ കമ്പനി ഉണ്ടെങ്കിൽ ഇറങ്ങുമോ അറിയില്ല, നോക്കാം. വാവ്, ഇത് ആക്ച്വലി എനിക്ക് ഗോവയായിട്ടൊന്നും ഫീൽ ചെയ്യുന്നേ ഇല്ല. എനിക്കിത് എപ്പോഴും കേരളം ആയിട്ടാണ് തോന്നുന്നത്. വാവ്, നൈസ്.
ആ ഒരു കുളിർമ, ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട് എന്തായാലും. ഇല്ല, എനിക്ക് പറ്റൂല എന്തായാലും. ഏത് അഴിക്ക് എന്റെ ആ ജസ്റ്റ് ഇറങ്ങണേ ഉള്ളൂ. മൊത്തത്തിൽ കാല് നനയ്ക്കാൻ വേണ്ടി മാത്രം. ആ പിസ്പയൊക്കെ കഴിഞ്ഞ് വരുന്ന അശ്വിൻ എങ്ങനെയുണ്ടായിരുന്നു പിസ്പ? ഇനി ഒരു വർഷത്തേക്ക് കാല് കഴുകണ്ട അല്ലേ? ജിത്തു റെഡിയായി. തോർത്തെവിടെ ജിത്തു? അതിൽ ചേച്ചിക്ക് ഫോട്ടോന് വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുകയാണ് ഇവര്. അതിൽ ചേച്ചിക്ക് പേടിയാണ് ഫിഷിനെ. ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നില്ല എന്ന് തീരുമാനിച്ച എൻ്റെ തീരുമാനത്തെ മുഴുവൻ എന്താ പറയുക തെറ്റിച്ചുകൊണ്ട് ഞാൻ വെള്ളത്തിലേക്ക് വീണു. അവിടെ നിന്ന് 2 ഫോട്ടോ എടുക്കാൻ പോയതാണ്, പക്ഷെ വെള്ളത്തിലേക്ക് വീണു. അതേപോലെ അന്നയ്ക്കും വീണു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. ഇപ്പോൾ ഫുള്ളായി നനഞ്ഞു. ഇനി ഒന്ന് ഡ്രൈ ആയ ശേഷം ഒന്ന് പോകാൻ വിചാരിച്ചു. ഡ്രസ്സസ് ഒന്നും എടുക്കാത്തതുകൊണ്ട്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഇറങ്ങിയിട്ടില്ലെങ്കിൽ മിസ്സായിട്ടുണ്ടാവും. അനക്ക് അവിടെ റെഡിയായി. വെയിലത്ത് നിൽക്കടാ. ഭാഗ്യത്തിന് ഞാനെൻ്റെ ഈ ഡ്രസ്സിൻ്റെ താഴെ വേറൊരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് അഴിച്ച് വെച്ചിട്ടായിരുന്നു വെള്ളത്തേക്ക് ഇറങ്ങിയത്. സപ്പോസ് നനയുകയാണെങ്കിൽ ഇത് കവർ ചെയ്യാലോ. ജസ്റ്റ് 2 ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒന്ന് കാല് വെച്ചതേ ഉള്ളൂ. വഴുക്കിയിട്ട് വീണു. കാരണം ഫുള്ള് മീനായിരുന്നു. അപ്പോൾ കാലിങ്ങനെ കടിക്കായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഇഷ്ടപ്പെടില്ല പറഞ്ഞാൽ ഇങ്ങനെ കിക്കിലി ആവുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ വീണു. വീണ സ്ഥിതിക്ക് എന്തായാലും മൊത്തത്തിൽ നനയാന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും കൂടെ ആയി. ഇല്ലെങ്കിൽ മിസ്സായിട്ടുണ്ടാവും. ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് വെള്ളത്തേക്ക് ഇറങ്ങാനൊട്ടും പ്ലാനും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എടുക്കാതെ വന്നത്. സോ ഇവിടെ ഷൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അച്ചു റെഡിയായി. അച്ചു വെയിറ്റിങ്ങിലാണ്. എല്ലാവരും വെയിറ്റിംഗ് വിശക്കുന്നുണ്ട്. സോ ഞങ്ങൾ ഇവിടുന്ന് തിരിക്കുകയാണ്, പോവാണ്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നന്നായിട്ടുണ്ടായിരുന്നു. ഇത്തിരി നടക്കാത്തിരി കഷ്ടമുണ്ട്. വെള്ളത്തിൽ വീണ എക്സ്പീരിയൻസ് ഞങ്ങൾ വീണു ഗൈസ്. എൻ്റെ ഫോൺ നനഞ്ഞു, അതാണ് ഏറ്റവും വലിയ. ഞാൻ നനഞ്ഞല്ല പ്രശ്നം. ഞങ്ങൾ രണ്ടുപേരും വെള്ളത്തിൽ ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ടാണ് ദൈവം ഞങ്ങളെ ഇറക്കി തള്ളിവിട്ടു. ഞങ്ങൾ വീണു. അങ്ങനെ എത്താനായി, പാർക്കിങ്ങിലേക്ക് എത്താനായി. എല്ലാവരും ആകെ നനഞ്ഞിട്ടുണ്ട്. അച്ചു മാത്രമാണ് ഡ്രസ്സ് മാറ്റിയിട്ടുള്ളൂ. ഇനി പോയിട്ട് വേണം ഡ്രസ്സ് മാറ്റാൻ. സോ ഞങ്ങൾ കാറിൽ കയറി. ഇനി ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് പോവാണ്. അല്ല, പാർക്കിംഗ് അല്ല, പക്ഷേ താഴെ പോവാണ്. എന്നിട്ട് അവിടെ നിന്ന് വേണം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ.